ഇത്ര നേരം നമ്മൾ പറഞ്ഞ ആള് എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗാർലിക് ബ്രെഡ് എന്നത് ഇത് അടിപൊളി, ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? നെഗി ഇവിടെ പെട്ടി തുറക്കും. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കണം ഒരാളെ വന്നപ്പോ. അല്ല അതല്ല, ഒരെണ്ണായിട്ട് വരുന്നില്ല, ഒരെണ്ണായിട്ട് അവരയക്കൂല. ഇത് രണ്ടെണ്ണം എല്ലാം കാണിച്ചതിന്റെ ഇടയിൽ പെട്ടിട്ട് ഒരു സാധനം മിസ്സായി പോയി. ഗൈസ്, നമ്മളിപ്പോ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോ അറിയാലോ, ഒന്നില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കൂട്ടാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഇത്തവണ നമ്മൾ എവിടെയും പോവാനല്ല, ഒരാളെ ഇങ്ങോട്ട് കൂട്ടാനാണ്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മൾ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആള് നിങ്ങൾക്ക് അറിയുന്ന ആളാണ്. ഇപ്പൊ അടുത്ത് നമ്മള് കാണുകയും കൂടി ചെയ്ത ആളാണ്. ഇപ്പൊ ആരാണെന്ന് മനസ്സിലായവര് പെട്ടെന്ന് തന്നെ കമന്റ് ഇട്ടോ. അതെ, ആരാണെന്ന് മനസ്സിലായവര് പെട്ടെന്ന് കമന്റ് ചെയ്തോ. അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആള് കണ്ണൂരേക്ക് വരുന്നത്. അതെ, അപ്പൊ ആള് എത്തുന്നുണ്ട്. ഇപ്പൊ 6 മണിക്കലത്തെ ട്രെയിനിന് വരും. നമ്മള് പറഞ്ഞ ആളിങ്ങ് എത്തിയല്ലേ? ഇതാ നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ആളുകൾ. ഹായ്, എന്റെ അമ്മ. മീറ്റ് അഗൈൻ, വീണ്ടും കണ്ടു അല്ലേ? കുട്ടിപ്പട്ടാളത്തിനാണ് അമ്മേ, രണ്ടും ഉണ്ട് വണ്ടിയില്. സർപ്രൈസാ, വണ്ടി തന്നെ ഉണ്ട്. വായോ. അപ്പൊ എന്തായാലും ആളെ കണ്ടല്ലോ. എന്തായാലും ഇത്ര നേരം നമ്മൾ പറഞ്ഞ ആള് ഇതാ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അപ്പൊ വീണ്ടും ഒന്നുകൂടി കണ്ടു കണ്ണൂർ വെച്ചിട്ട്. അപ്പൊ എന്തായാലും വണ്ടി കയറിട്ടെ പെട്ടിയൊക്കെ ഒന്ന്. ഞാൻ പോയിക്കോളാം. എനിക്കിത് പിടിച്ചാൽ മതി. അത് മടക്കിയിട്ട് സീറ്റ്. ഓ, അതാണ് പ്രശ്നം. പൊക്കണോ? ഞാൻ പൊക്കണോ? അപ്പൊ അയ്യോ, ചേച്ചിന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആള് എത്തിയിട്ടുണ്ട്. ഈ ആളായിട്ട് നേരെ വീട്ടിലോട്ട് പോട്ടെ. എന്നിട്ട് നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞാല് ഒരാളെ മിസ്സിംഗ് ആണ്. നമ്മൾ അന്നേ പറഞ്ഞ കല്യാണം കഴിഞ്ഞ ഇപ്പോഴാണ് ഇവിടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ കല്യാണം കഴിഞ്ഞത് ഇപ്പോഴാണ്. ഇവര് 22 വർഷം അവിടെ ഇംഗ്ലണ്ടിൽ ഒരുമിച്ച് താമസിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പോഴല്ലേ കഴിഞ്ഞത്. അപ്പൊ ആളും കൂടി വേണ്ടതാണ്, നമ്മുടെ ബോറിസ് അളിയനും കൂടി വേണ്ടതാണ്. പക്ഷെ ബോറിസ് അളിയൻ ഇംഗ്ലണ്ടിലോട്ട് പോകണ്ടോണ്ട് പോയി. അപ്പൊ ചേച്ചി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകണ്ടു. അതുകൊണ്ട് ചേച്ചി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു. യാത്ര ചെയ്ത് വന്നതാ. കേറിനേക്ക് കേറി. എന്താണ് ഇന്ദ്ര പറഞ്ഞത് ചേച്ചി? ഇന്ദ്ര പറഞ്ഞത് എന്താന്ന് വെച്ചാല് ജിജി ആന്റി ചോക്ലേറ്റ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ അത് ഒളിച്ചു വെക്കും. പക്ഷെ ഞങ്ങൾക്ക് അത് അറിയാം എവിടേക്ക് ഒളിച്ചു വെക്കണേന്ന്. അപ്പൊ പിന്നെ കാര്യമില്ലല്ലോ. ചേച്ചി നമുക്ക് ചേച്ചി ട്രെയിൻ നമുക്കിപ്പോ അങ്ങോട്ട് എത്താകുമ്പോ എന്താ കുടിക്കണ്ടേ? ചേച്ചിക്ക് എന്തെങ്കിലും ഇങ്ങനെ അടിക്കണ ചായ. ചേച്ചി ഇങ്ങനെ ചായ കുടിക്കാം. റെഡി, നമുക്കും കുടിക്കാലോ. ഓക്കെ. അപ്പൊ നമ്മളെന്തായാലും ചേച്ചിക്ക് ഒരു സ്ട്രോങ് അടിച്ച ചായയും കടി ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണെങ്കിൽ വീട്ടിലേക്ക് പോവാം അല്ലേ? ചായ കഴിഞ്ഞ വർഷം നമ്മ ഇതുപോലെ തന്നെ അടിച്ച ചായ കുടിച്ചു. നല്ല കല്ലുമ്മക്കായ ഉണ്ട്. ചേച്ചിക്ക് അത് പറ്റില്ല, എരിവാണ്. പരിപ്പോടെ മതി എന്നാ പറഞ്ഞത്. അത് തന്നെ കഴിക്കുന്നുണ്ട്. നോക്കാം. പിന്നെ ചായ കുടിക്കട്ടെ. ചെറുതായിട്ട് കല്യാണ പെണ്ണ് അങ്ങനത് 1.5 വർഷത്തിന് ശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് കണ്ടുമുട്ടി. അതിന് സൂപ്പറായി. അന്ന് കണ്ടൊരു സൂപ്പറായി. ജിജി അന്ന് വന്ന ഒരുപാട് മാറ്റങ്ങളായില്ലേ വീടെല്ലാം? പിന്നെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവല്ലോ എന്തായാലും. ഇവിടുത്തെ കുഞ്ഞു വീട്
മാറ്റി ഇവിടെ ആയിരുന്നു ചേച്ചി, കുഞ്ഞു വീട് ഇവിടെ അല്ല, ഈ വണ്ടി കിടക്കണോടത്തായിരുന്നു. അല്ലല്ല, ഈ വണ്ടി കിടക്കണോടത്ത്. ആ, അവിടെയാണ് കിടന്നിരുന്നത്. സമയത്ത് മതിലൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം നമുക്ക് അല്ല, മതിലൊന്നുമില്ല, ഗേറ്റ് ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു തട്ട് അത് തന്നെ. അപ്പൊ എല്ലാം നമുക്ക് വിശദമായിട്ട് ഞങ്ങൾ കാണാം. വന്നപാടെ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട്. ഫെബ്രുവരി കഴിഞ്ഞല്ല, ഇപ്പൊ 1 വർഷവും 7 മാസമായി. 25 വന്നപ്പോ 1 വർഷം 2 വർഷമാവാനായി. ആ, ബാ അകത്തേക്ക് ഇവിടെ നിക്കാണ്ട്. വായോ അകത്തേക്ക് പോ. കണ്ടോ ചേച്ചി, ഈ റൂമും എല്ലാം പണ്ടേ ഉള്ളതാണ്. അതിപ്പോ സെറ്റ് ചെയ്തപ്പോ അങ്ങനെ ഇല്ല, ചേച്ചിക്ക് ഓർമ്മയില്ലാത്തോണ്ടാണ്. ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല ചേച്ചി. റൂമെല്ലാം നമ്മ ഇപ്പൊ വൃത്തിയാക്കി, അത് ഈ ഇതെല്ലോട്ട് സെറ്റാക്കി, അത്രേ ഉള്ളൂ. ഈ സോഫ മാറ്റി, TV സ്റ്റാൻഡ് ചേച്ചി പറഞ്ഞ മുമ്പ്, ഈ കർട്ടൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ റൂമില് അന്ന് നമ്മള് അതെനിക്ക് ഓർമ്മയുണ്ട്. ആ റൂം ഇപ്പൊ സെറ്റാക്കിയതാണ്. ചേച്ചി വരുമ്പോ അന്ന് ഇങ്ങനെയല്ല റൂം. നമ്മളെ മുമ്പ് പഴയ നമ്മുടെ വീട് എടുത്തപ്പോൾ പഴയ സാധനങ്ങളൊക്കെ, ഈ റൂമും നമ്മൾ പിന്നീട് എല്ലാം സെറ്റാക്കിയതാണ്. അതെ, അപ്പൊ എന്തായാലും ചേച്ചിയുടെ റൂം ഇന്ന് ഈ റൂമാണ്. സുഖമായിട്ട് ഇവിടെ കിടന്നു, ഒന്നും പേടിക്കണ്ട. ജിജി, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി അച്ഛൻ ഇത് മരിച്ചതാ. ഇപ്പൊ അച്ഛൻ കൊണ്ടുവന്നതാ രാവിലെ, കൊഞ്ച് അച്ഛൻ പിടിച്ചിട്ട് വന്നതാ. നമുക്ക് കൊഞ്ച് വെച്ചിട്ട് ഇന്ന് സംഭവമാക്കാം. ചേച്ചിക്ക് ഞാൻ എരിവും പുളിയും ഒന്നും പറ്റൂല. നമുക്കിത് വെറുതെ പുഴുങ്ങി കൊടുക്കാം, അതാ നല്ലേ. കൈ കഴുകിക്കോ. അല്ല, ഫ്രഷ് സാധനമാണ് എന്നാലും. അപ്പൊ ഇത് വെച്ചിട്ട് നിക്കി ഇന്നൊരു ഐറ്റംസ് ആക്കട്ടെ. നിക്കി ഇന്ന് ഇനി മൊത്തം എരിവില്ലാത്ത കറികളാണ്. എരിവ് തൊടാൻ പറ്റില്ല ചേച്ചിക്ക്, അതുകൊണ്ട് നിക്കി എരിവില്ലാതെ ചെമ്മീ കറി വെച്ചു. ചേച്ചിക്ക് അത് ചെമ്മീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചെമ്മീൻ ഇട്ടിട്ടില്ല, ഒരു 2 പച്ചമുളക് ഇട്ടിട്ടില്ല, 2 ചെറിയ പച്ചമുളകില്ലേ, അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് മാത്രം ഇട്ട് മുളക് പൊടി ഒന്നും ഇടാണ്ട് ചെമ്മീൻ പറ്റിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊഞ്ച് ചെമ്മീൻ വറക്കാൻ വേണ്ടി മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് വറുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ കുരുമുളക് പൊടി വേണമെങ്കിൽ അവർ തട്ടി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ആയി കഴിഞ്ഞാ ചേച്ചിക്ക് ചോറ് മതി എന്നാ പറഞ്ഞു. ചേച്ചിക്ക് ഓവറായിട്ട് ഫുഡും കഴിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം എന്തോ കഴിച്ചിട്ട് ചേച്ചിക്ക് പിന്നെ നെഞ്ചത്ത് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നി. രാത്രി ചോറ് മതി എന്നാ പറഞ്ഞേ. അപ്പൊ ചോറും ചെമ്മിക്കറിയും ചെമ്മീൻ പൊരിച്ചു. ഇന്ന് അതാണ് ഫുഡ് അല്ലേ. ബാക്കി നമുക്ക് നാളെ ആലോചിക്കാം. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കണം ഒരാളെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോ. വേറെ നല്ല ഡ്രസ് കണ്ടിട്ടാ നോക്കിക്കുന്നത്. അവിടെ പിജാമ മാത്രമായിട്ട് ഇടൂല വീട്ടില്, അങ്ങനെ ഒരു ഗൗണൊക്കെ ഇട്ട നമ്മളിത് പണ്ട് ഉമ്മറിന്റെ ഒക്കെ പഴയ സിനിമകളിൽ ഗൗണൊക്കെ കുഞ്ഞുങ്ങൾക്ക് അതെ. അപ്പൊ എരിവില്ലാത്ത കറി റെഡി ആവുന്നുണ്ട്. ചേച്ചിക്ക് ചോറ് വേണമെന്നല്ലേ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ വേണ്ട, നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. നെഗി ജി ചേച്ചി ഇവിടെ പെട്ടി തുറക്കുന്നുണ്ട്. നികി, അപ്പൊ എന്തായാലും ജി ചേച്ചിക്ക് നമുക്ക് ചോറ് കൊടുക്കാം. സത്യം പറഞ്ഞ കോമഡിയാണ്. ജി ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കലെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അല്ല, നമ്മുടെ വീട്ടിൽ ആര് വന്നാലും നിങ്ങൾക്കറിയാലോ, നിങ്ങൾ വീഡിയോ കാണുന്നല്ലേ, കരിമീൻ പൊരിച്ചത്, കരിമീൻ മറ്റേ പൊള്ളിച്ചത്, എരിവിന്റെ ഐറ്റംസ് ആയിരിക്കും. പക്ഷെ ഈ ആൾക്ക് മാത്രം അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അതെ, നമുക്ക് കൊടുത്തേണോക്കെ ചെമ്മീൻ എരിവില്ലാതെ മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് പൊള്ളിച്ചത്, ചെമ്മീക്കറി എരിവില്ലാതെ. ഇത് വേറെ ചോറ് മതി എന്നാണ് ജി ചേച്ചി പറഞ്ഞത്. വേറെ ഒന്നും വേണ്ട. ഒരു ചോറ്, ഇത്തിരിക്കോളം ചോറ്. ചേച്ചിക്കായോണ്ട് ഞാൻ കുറച്ചേ ചോറ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ചേച്ചി പറയുന്നത് കുട്ടാ ഇത്രയൊന്നും ചേച്ചി കഴിക്കൂല. അപ്പൊ ഇതാണ് ഈ ആൾക്ക് കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ തെറ്റല്ല, ഈ ആള് കഴിക്കാത്തോണ്ടാണ്. ചേച്ചി എന്താ പറയുന്നത്? ഇത് തന്നെ എനിക്ക് ധാരാളം.
ഹോളിഡേയില് ചോദിച്ചാൽ അവര് പറയും ചേച്ചി എന്താ കഴിക്കണേന്ന്. എന്താ ചെയ്യാ, നമുക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട്. ഒരാള് വീട്ടിൽ വന്നിട്ട് ഒരു സാധനം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ മീൻകറി ഉണ്ട് എരിവിട്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ചെമ്മീൻ ഇഷ്ടമാണ്, അത് എരിവിടാതെ തന്നാ മതി മക്കളെ എന്ന് പറഞ്ഞു. അതുപോലെ ആയി കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ ഇഷ്ടം എന്താണോ അത് നമ്മുടെ ഇഷ്ടം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോയാണ്. എനിക്ക് ചോറെടുത്തിട്ടില്ലേ, എന്നാ നീ ഇരിക്കും, നമുക്ക് എല്ലാവരും കൂടി കഴിക്കാം. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എത്ര സമയമായെന്നറിയാം വർത്താനം പറഞ്ഞിരിക്കുന്നത്. 11:45. ഇതാ ചേച്ചി ഒരുപാട് കഥകൾ, ഇംഗ്ലണ്ടിലെ കഥകള്, എന്താ പറയാ, നമുക്കിങ്ങനെ കേൾക്കാൻ ഇഷ്ടം തോന്നുന്ന കഥകളൊക്കെ കേട്ട് അവിടുത്തെ ഭക്ഷണ രീതി, ചേച്ചിനോട് കൊറേ വിശേഷങ്ങൾ, അവിടെ എന്താ ഇവര് കഴിക്കുന്ന ഭക്ഷണം, ഇങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ചേച്ചി വേറെ സ്ഥലത്താണ് നിന്നത്, വേറെ റൂമിലല്ലേ നിന്ന്. അതെ, ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. എന്തൊക്കെയാണ് അവിടുത്തെ ഫുഡ്, ഇവരെന്താ കഴിക്കുന്നത്, ഇവർക്ക് ചോറും കറിയൊന്നും ഇല്ല, ഇവര് എന്തൊക്കെയാണ് ഇവര് കഴിക്കുന്നത്. ഇവര് കഴിക്കുന്നതിന്റെ പറച്ചിൽ കേട്ടപ്പോ തന്നെ നമുക്ക് ബോധം പോയി. ഇവർക്ക് ഓരോ സീസണില് ഓരോ ഫുഡ്, വിന്ററില്, സമ്മറില് അല്ലെ, ഓരോ ഫുഡുകള്. പിന്നെ അവിടെ എങ്ങനെയാ ചേച്ചിയുടെ വീട് കാര്യങ്ങൾ, അതിനെപ്പറ്റി ചോദിച്ചു ഞങ്ങള്. പിന്നെ അവിടുത്തെ ഹസ്ബൻഡും വൈഫ്, ഇവര് ഹസ്ബൻഡ് അറിയാലോ, കണ്ടതല്ലേ നിങ്ങൾ വീഡിയോയില്, അവിടുത്തെ സായിപ്പല്ലേ അല്ലേ. അപ്പൊ ഇവര് തമ്മിൽ എങ്ങനെയാണ്, ഇവരുടെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഭാര്യ ഭർത്ത് ഇതെല്ലാം അവിടെ കാര്യങ്ങള്, അവിടെ എല്ലാം സംതിങ് സ്പെഷ്യൽ അല്ലേ. ശരിക്കും പറഞ്ഞാല് ഞങ്ങള് ഇപ്പൊ കോഫി കുടിക്കാൻ പോവുകയാണ്, ഔട്ട്സൈഡില് കോഫി ഷോപ്പിൽ പോവാണ്. ഒരു മിക്കപ്പോഴും നമ്മൾ പോകുമ്പോ ഇന്ന് ഞാൻ പൈസ കൊടുക്കുകയാണെങ്കിൽ നാളെ അവൻ കൊടുക്കും. അതായത് ജോലിയില്ലാത്ത ഭാര്യമാരാണെങ്കിലോ, അങ്ങനത്തെ ഭാര്യമാരില്ല, ജോലിയില്ലാത്ത ഭാര്യമാരെല്ലാം ബെനിഫിറ്റ് കിട്ടും ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്, വെൽഫെയർ ഉണ്ടല്ലോ അവിടെ. ഇവർക്ക് ഇപ്പൊ ജി ചേച്ചി അവിടുത്തെ ഇതല്ലേ, അപ്പൊ ജി ചേച്ചിക്കെല്ലാം ഇനിയിപ്പോ എത്ര 65 വയസ്സാ, 65 65 വയസ്സായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, പണിയെടുക്കണ്ട, വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇഷ്ടംപോലെ പൈസ പെൻഷനായിട്ടൊക്കെ തരും, ഗവൺമെന്റ് നോക്കിക്കോളും, ഒന്നും ചിന്തിക്കണ്ട, മരുന്നും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഇപ്പം ജീവിക്കുന്നതിന് മാത്രമേ ഇവർക്ക് പൈസ മതി. അതെ, ഭാവിയിൽ സമ്പാദ്യമായിട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് ചേച്ചി പറയാം. അങ്ങനെ സമ്പാദിക്കണ്ടെന്നല്ലാട്ട് അർത്ഥം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം. പിന്നെ പിള്ളേർക്ക് വേണ്ടിയായിട്ട് ആരും അവിടെ സമ്പാദിക്കില്ല. അതാ നേരത്തെ പറഞ്ഞ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒരു ദിവസം ചേച്ചി കൊടുത്താൽ പിറ്റേ ദിവസം ബോറിസ് കൊടുക്കണം. വീട്ടിലെ ചിലവൊക്കെ അങ്ങനെ തന്നെ. ഇവരൊക്കെ 50-50 ആണ് വീട്ടിലെ ചിലവെല്ലാം. അങ്ങനെ പോയാലാണ് അവിടെ എല്ലാം ആ ബന്ധം നീണ്ടു നിൽക്കുള്ളതെന്നാണ് ചേച്ചി പറയുന്നത്. അല്ലാണ്ട് ഭർത്താവിനെ ആശ്രയിച്ച് ഭാര്യ ജയിച്ചാലോ, ഭാര്യനെ ആശ്രയിച്ച് ഭർത്താവ് ജയിച്ചാലോ ആ ബന്ധം അധികം കാലം പോകില്ല. എല്ലാം 50-50 എടുത്താലാണ് അവിടെ ലൈഫ് ലോങ് ആ ബന്ധം നീണ്ടു നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ലൈഫിൽ ഞാനും ബോറിസുമായിട്ട് ഇപ്പൊ 2 weeks ago ഞങ്ങള് അടികൂടി. എന്തെങ്കിലും എന്റെ കുറ്റമായിരിക്കാം അല്ലെങ്കിൽ അവന്റെ കുറ്റമായിരിക്കാം, അതപ്പ തീർന്നു. പിന്നീട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇന്നലെ നീ അത് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അന്നങ്ങനെ, അതില്ല, അത് അന്നേരം കഴിഞ്ഞു പോയി, മറന്നുപോയി. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു തീർക്കും. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ അപ്പൊ പറയും, അവൻ ഇഷ്ടമല്ലാത്തത് അപ്പൊ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ 22 വർഷമായിട്ട് ഇതുപോലെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് വീണ്ടും കല്യാണം കഴിച്ചു. അതെ, അപ്പൊ എന്തായാലും നമുക്കിപ്പോ കിടക്കേണ്ട സമയമായി. എല്ലാവർക്കും അത്യാവശ്യം ഉറക്കം വന്നു തുടങ്ങി. ചേച്ചി നല്ല ക്ഷീണത്തിലാണ് ഉള്ളത്. 11:45 വരെ സംസാരിച്ചിരുന്ന് എനിക്ക് കിടന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം അല്ലേ. മക്കളൊക്കെ ഉറങ്ങി ഇവിടെ കിടന്നുറങ്ങി. ഞങ്ങള് എല്ലാരും ഇങ്ങനെ കഥകളൊക്കെ ആയിട്ടിരുന്നു. അപ്പൊ കഥകളൊന്നും തീർന്നിട്ടില്ല, ബാക്കി കഥകൾ നമുക്ക് നാളെ കേൾക്കാം. അപ്പൊ തൽക്കാലം ഇപ്പൊ ഗുഡ് നൈറ്റ്, നമുക്ക് മോർണിംഗ് കാണാം. ഓക്കെ, എന്താണ് മകളെ ചേച്ചി ഇന്നലെ രാത്രി നമ്മള് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്ന് ഉറങ്ങിയതാണ്. രാവിലെ എണീറ്റ് ചേച്ചിയും എണീറ്റ് ചായ എല്ലാം കുടിച്ച് ഇടിയപ്പായിരുന്നു. ചേച്ചി ഇടിയപ്പത്തിന്റെ ഒരു പകുതി ഒരു കുഞ്ഞിടിയപ്പത്തിന്റെ പകുതി കട്ട് ചെയ്തിട്ട് നൂഡിൽസ് കഴിക്കുന്ന പോലെ ഇങ്ങനെ നുള്ളി കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു 5 ഇടിയപ്പം തേങ്ങാപ്പാലും കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ച് നീക്കിയും അത്യാവശ്യം കഴിച്ച് ബാക്കി ഇടിയപ്പൻ ഉണ്ടെങ്കിലും ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അളിയനും പെങ്ങളൊക്കെ അപ്പൊ ജിച്ചേച്ചി വന്നത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ജിച്ചേച്ചിയുടെ ഉണ്ട് ഇല്ല, കൊറേ നേരം ഇവിടെ വന്നിരുന്ന വർത്താനൊക്കെ പറഞ്ഞു നമ്മൾ. അതിനുശേഷം ഞങ്ങൾ
ഇംഗ്ലണ്ടിലെ വിശേഷങ്ങൾ പിന്നെ നിങ്ങളെ സത്യം പറഞ്ഞ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുൾ വീഡിയോയിൽ എടുത്തില്ല. ഒരുപാട് കഥകൾ. ഇനിയിപ്പോ ഇംഗ്ലണ്ടിലെ റേഷൻ കട വരെ എനിക്ക് ചോദിച്ചു മനസ്സിലാക്കി. ഇംഗ്ലണ്ടിലെ റേഷൻ കട ഏതാണ്, അവിടെ ഇനി മറ്റേ മാസത്തിലുള്ള അരി കിട്ടുമോ, മണ്ണെണ്ണ കിട്ടുമോ, എന്താ ചേച്ചിയുടെ മറ്റേ ബോറിസിന്റെ പെങ്ങന്മാര് അമ്മായിമ്മ പോരുണ്ടോ. അപ്പൊ ഈ അമ്മായിമ്മ പോരൊക്കെ നമ്മുടെ ഇവിടെ മാത്രമൊന്നും അല്ല, അങ്ങ് UK-ലും സായിപ്പന്മാരുടെ കൊണ്ടുവരും. നാത്തൂൻ പോര് 3 നാത്തൂനുണ്ട് ചേച്ചിക്ക്. ബോറിസിന് 3 നാത്തൂനുണ്ട്, ബോറിസിന്റെ അമ്മയുണ്ട്, അല്ല ബോറിസിന്റെ 3 പെങ്ങന്മാരുണ്ട്, ബോറിസിന്റെ അമ്മയുണ്ട്, അവരുടെ വിശേഷങ്ങൾ, നാത്തൂൻ പോര്, കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കണ്ടെടുത്തോളം ഭാഷ ഇതിനൊന്നും ഒരു വിഷയമല്ല. ഭാഷകൾക്ക് അതീതമാണ് പോരുകള് അല്ലെ, ഭാഷകൾക്കും അതീതമാണ് പോരുകള്. അപ്പൊ അതൊക്കെ നമുക്ക് കേട്ട് ചേച്ചി ഇപ്പതേ ഒന്ന് ഫോൺ വന്നിട്ട് റൂമിലേക്ക് പോയതാ. അപ്പോഴേക്ക് കുരിപ്പുകൾ വന്ന് എന്നാ പിന്നെ അങ്ങോട്ട് കയറി ചേച്ചിനെ കാണാം. മീൻ വാങ്ങിക്കുന്നതിനൊക്കെ ഒരു ഷോർട്സ് എടുത്ത് വരും. കേറിയാട്ടെ ഞാനിപ്പോഴാ സത്യോ അതല്ല ചേച്ചി, ഞാൻ കണ്ടില്ല. ഞാൻ ക്യാമറ എടുത്തിണ്ടേ. അപ്പൊ ചേച്ചിയുടെ റൂം തുറന്നു കിടക്കുന്നു. അപ്പൊ ഞാൻ വെച്ചു അവിടെ പോയ ആള് ചേച്ചി അങ്ങോട്ട് നോക്കുമ്പോൾ സൈഡിലിരിക്കുന്നു. പിന്നെ ഞാൻ ഓണാക്കി ഇതാ ഞാൻ പറഞ്ഞത്. എത്ര വർഷമായിന്നറിയോ? 13 years. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെങ്കിൽ സന്തോഷേട്ടൻ്റെ വീട്ടിൽ പോണല്ലോ. അപ്പൊ അതുകൊണ്ട് കൊണ്ടുവന്നതാ. സുന്ദരിയായിട്ടുണ്ട്. 15 വർഷമായിട്ട് അല്ല 15 വർഷമായിട്ട് ഇടാൻ പറ്റുന്നില്ല ഇത് തന്നെ അല്ലേ? അത് വലിയ കാര്യം. എല്ലാവർക്കും അറിയാം. ഇപ്പൊ ട്രാൻഡർത്തി ചെല്ലുമ്പോ അമ്മ പറയും, നീ വരുന്ന നാള് മുതലേ ഇതിട്ടുണ്ട് നടക്കുന്നത്. എവിടെ പോകുമ്പോഴും കാണാൻ പറ്റും. ഇനി സന്റൊക്കെ ഒന്നും കൊടുത്തില്ല എന്ന് പറയരുത്. ചേച്ചി വന്നിട്ട് സന്റൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതെല്ലാം കൊടുക്കാൻ വേണ്ടി പോയത് കൊടുത്തില്ല എന്നല്ലേ പറഞ്ഞത്. ഒരു കുത്ത്. അവ എന്തായാലും നമ്മുടെ ചേച്ചി കൊണ്ടുവന്ന സാധനങ്ങള് ഒക്കെ ആയിട്ട് വ്ളോഗ് നാളത്തെ എന്തൊക്കെയാ സാധനങ്ങൾ എന്നുള്ളതെല്ലാം നാളത്തെ വീഡിയോയിലാണ് ഉണ്ടാവുക. ഇന്നത്തെ ഈ വ്ളോഗിൽ പെട്ടി പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷെ നാളത്തെ വ്ളോഗിൽ നമുക്ക് സാധനങ്ങളൊക്കെ കാണാം. ചേച്ചി അവിടെ നിന്ന് വന്നപ്പോഴേ സന്റക്ക് വായിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സന്റക്ക് കൊടുക്കട്ടെ കേട്ടോ. സന്റെ ചേച്ചി അവിടെ നിന്ന് വന്നപ്പോഴേ നിനക്ക് ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി. അത് വായിച്ച് നീ അത് ഒരുപാട് പഠിക്കാനുണ്ടായത് ഒരുപാട്. ഇതാ ശരിയായിട്ട് ഇങ്ങനെ ബുക്ക് കൊടുക്കട്ടെ, പഠിച്ചോ. നല്ല നോവലാണ്. നിനക്കും പഠിക്കാം. പക്ഷെ ഇതിന്റെ ഫോട്ടോ കണ്ടപ്പോ വായിക്കാൻ കൂടായിരുന്നു. ഇത് ഏതൊന്നും അല്ല. ഇത് അവിടെ UK-ൽ ഒരു ചെക്കനും പെണ്ണ് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളു. അതിനകത്ത് ഇതേതോ പ്രശസ്തമായ എന്തോ കഥയാണ്. എനിക്കത് ഇത് അറിയുന്നവർക്ക് അറിയാം. ദ ഗ്രീക്സ് ബേബി എന്നാണ്. ഇത് ഒരു പ്രഗ്നന്റ് ലേഡീന്റെ കഥയാണിത്. ഇംഗ്ലീഷ് പഠിക്കും. നിക്ക് ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ ചോറ് കഴിക്കലാ പരിപാടി. ഇവിടെയൊക്കെ ചോറൊക്കെ കണ്ടതേ. ഇതൊക്കെ ഒരു പ്ലേറ്റ് നിറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതായിരിക്കും അപ്പൊ ഇവിടെ ഒരാൾക്കുള്ള ചോറ്, ചേച്ചിക്കുള്ള ചോറാണ് ഈ കാണുന്നത്. ഇതെന്താണ് സംഭവം ഇത്? അല്ല മകളെ, ഈ ചോറ് എങ്ങനെ വിശപ്പ് മാറുക എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ദൈവം, ഇതെന്താ കരിമീൻ ഇന്നലെ നമ്മ ചെമ്മീൻ പൊരിച്ച പോലെ തന്നെ ഒന്നിടാണ്ട് മഞ്ഞപ്പൊടിയും ഒരു പൊടിക്ക് ഉപ്പും മാത്രം. ആ കരിമീൻ തന്നെ കേൾക്കണ്ടാവും. ഞാൻ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്? എനിക്ക് തന്നെ നാണക്കേടാവുന്നല്ലോ. എനിക്ക് വേണ്ടതൊന്നും ഇല്ലല്ലോ. കരിമീൻ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കറിയിലൂടെ ഉണ്ട്, പക്ഷെ സലാഡ് ഇതുപോലെ കരിമീനും ഈ ചോറും മതി എന്നാ പറഞ്ഞു. ഇതാണ് ആഹാരം. അപ്പൊ എന്തായാലും വന്ന് കഴിക്കുമ്പോ ഞാൻ അത് തന്നെ ഞങ്ങൾ വിളിച്ചിട്ട് വരണം. അപ്പൊ എന്തായാലും നമ്മൾ ചോറ് കഴിക്കട്ടെ ഗൈസ്. ചേച്ചി വന്നോണ്ട് കൂടുതലായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് നിക്ക് സന്റക്കും പണി കുറഞ്ഞു അല്ലേ? അതുകൊണ്ട് കൂടുതലായിട്ട് ഞങ്ങൾ അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക്. എന്നാ പിന്നെ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി എന്തായാലും
ജി ചേച്ചിയായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു ഷോപ്പിംഗ്. ഒന്നുമില്ല, അങ്ങനെ ഒന്നും സമ്മതിക്കുന്നുമില്ല. നമ്മുടെ ഒരു ആഗ്രഹം നികിയാണത് പറഞ്ഞു. നിക്ക് നേരത്തെ പറയുന്നുണ്ട്. നിക്ക് നേരത്തെ പറഞ്ഞു ജി ചേച്ചി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ജി ചേച്ചി ഇത്തോടെ വരുമ്പോ ജി ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് 21-ാം തീയതി അല്ലേ? സെപ്റ്റംബർ 21-ാം തീയതി ജി ചേച്ചിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്കാരി ഇങ്ങ് വായോ. അപ്പൊ നിങ്ങൾ എല്ലാരും ജി ചേച്ചിക്ക് അഡ്വാൻസ് അപ്പൊ ജി ചേച്ചിന്റെ ബർത്ത്ഡേ വരുന്ന 21-ാം തീയതി. അപ്പൊ നമ്മൾ വിചാരിച്ച് ഏതായാലും ജി ചേച്ചി ഇവിടെ ഉണ്ടാവൂല. ജി ചേച്ചി ഇപ്പൊ എന്തായാലും നാളെ പോകൂലേ. അപ്പൊ നമ്മൾ ഒരു ചെറിയ എന്തെങ്കിലും ജി ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ്. അല്ല, ഞാനൊരു ഡ്രസ്സ് ഇട്ടപ്പോ ജി ചേച്ചി എന്നോട് പറഞ്ഞു നല്ല രസമുണ്ട് നീക്ക് ഈ ഡ്രസ്സ് എന്ന്. അല്ല, ചേച്ചിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടാവൂല. ഇത് 15 വർഷമായി ചേച്ചി ഉപയോഗിക്കുന്നത്. അത് വേറെ വാങ്ങിക്കാൻ പറ്റാത്തോണ്ടല്ല, ഇത് ഇഷ്ടമായോണ്ടാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡ്രസ്സ് ചേച്ചിയുടെ ഒരെണ്ണം വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു. നമ്മുടെ ഒരു സന്തോഷത്തിന് ചേച്ചി ഒരുപാട് ഡ്രസ്സുകളും ഗിഫ്റ്റുകളൊക്കെ ഇവിടെ വന്നു. പക്ഷെ അതല്ല, ഇത് നമ്മുടെ ഒരു സന്തോഷത്തിന് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അത് തന്നെ ഞങ്ങള് നിർബന്ധിച്ച് അത് വേറൊരു കാര്യം പറയാനുണ്ട്. അത് നമുക്കിത് പോയി വന്നിട്ട് പറയാം. അതാണ് ചേച്ചി പറയുന്ന ഡീല്. അത് പോയി വന്നിട്ടാക്കാം അല്ലെ. വന്ന് ഇപ്പൊ അങ്ങോട്ട് പോവാ. വാടി സന്താളിയോ ബാളിയാ തമ്പിളിയാ. ഇവിടെ എനിക്ക് ആരെയാ നമ്മളിവിടെ കൂട്ടിട്ട് വന്നത്? എന്താ പറയണ്ട്? സിമ്പിൾ എന്താ പറഞ്ഞ? വർക്കൊന്നും വേണ്ട. നോക്കട്ടെ. ഓ ആയിക്കോട്ടെ, സന്തോഷം. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ചേച്ചിമാരൊക്കെ തന്നെയാണ് ഇത്. അടുത്ത കടയിൽ കയറി മക്കളെ, അടുത്ത കടയിൽ കയറി. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സിമ്പിൾ? ഇതാണോ കവി ഉദ്ദേശിച്ച സിമ്പിൾ? ഇതെനിക്ക് അത്ര സിമ്പിൾ ആയിട്ട് തോന്നിയില്ല. എന്റെ എന്താണ് നിനക്ക് എന്താ ഇത്ര വർക്ക് വേണ്ട, സിമ്പിൾ ആയിട്ടുള്ളേ. സൈഡ് ഓപ്പൺ. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ ശരിക്കും. അളിയന് സിമ്പിൾ വേണോ? കുറച്ച് സിമ്പിൾ ആൻഡ് ഹംബിൾ. ദൈവമേ, ഇത് ദാരിക്ക് ഇപ്പോൾ എടുക്കാൻ വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടുക്കാൻ വന്ന ആള് സൈഡിൽ മാറിയിട്ടുണ്ട്. തിരിഞ്ഞ് ചേച്ചിയായിട്ടൊന്നും കണ്ടുപിടിച്ചില്ല. അവസാനം ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചതാ. ഈ ഒരു പച്ച കാണിച്ചേ, ഇത് കൊള്ളാം. ഇത് ചേച്ചിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. ഈ പച്ചയും പിന്നെ ഈ ചോപ്പും ഈ മഞ്ഞ പിന്നെ ഒരു ലെഗിൻസും ആയി. മതി, പോവാ നമുക്ക്. എന്നാ പിന്നെ സെറ്റായി. എന്താണ് ചേച്ചി എല്ലായിടത്തും കേറിയിട്ട് താങ്ക് യു പറയുന്നു. അപ്പൊ ഞങ്ങളും താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ചോദിച്ചു ഇവിടെ എന്താ അങ്ങനെ പറയാത്ത. ഞാനപ്പോ പറഞ്ഞു give respect, take respect. No give respect, no take respect. എന്താണ് ഈശ്വര? എന്താ ചേച്ചി ഇത് എന്ത് കൂടിയതാ? ഏതിന്റെ പ്രേതം കൂടിയതാ? അതെ, കേറി. ഞാൻ അധികം നേരം നിക്കണ്ട, വേമ്പ. അതില്ലേ സോമേട്ടനായിട്ട് ചേട്ടാ, ഞാൻ അറിയാലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇത് ഇവിടെ കേക്ക് മേടിക്കാൻ നടന്നിട്ട് കാര്യമില്ല. കാരണം സോമേട്ടന് നമ്മളുമായിട്ട് അത്ര അടുത്ത ബന്ധം. അപ്പൊ ആര് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കൂല. ഒരു 1/2 കിലോന്റെ കേക്ക് എടുത്തോ. അതാണ് അതിന്റെ ഒരു ഇത്. പുറകെ നടക്കൂല. ഞങ്ങളിതേ എല്ലാവരും കൂടി നിരന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കാന്ന് വിചാരിച്ചു, ചായ കുടിക്കാൻ വേണ്ടിട്ട്. എന്തെന്നാ അവിടെ ഇരുന്നേ? വേണ്ട, ഇവിടേക്ക് ഇവിടെ ഇരിക്കും. അയ്യോ ചേച്ചി, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കല്. ചേച്ചി ഇവിടെ അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ നിരന്നിരുന്ന്. ആ ചേച്ചി, ഇത് കണ്ണൂര് കിണ്ണത്തപ്പം. ടേസ്റ്റ് ഉണ്ടോ? അൽവ അല്ല, എന്നാ അൽവയുടെ ഒരു എവിടെയോ ഒരു അൽവ പോലെ, പക്ഷെ അൽവ പോലെ അൽവയുടെ ടേസ്റ്റ് അല്ല. അപ്പൊ എന്നാ പിന്നെ നമ്മള് വെള്ളം കൂട്ടി കട്ടൻ ചായ കുടിക്കട്ടെ. നീ അടുക്കണ്ട, നീ ദൂരിരുന്നു. അവളെ മാറ്റിയിരുത്തേക്കണതാ. മറ്റേ നമ്മൾ ഈ പൂച്ചക്കുഞ്ഞ് പട്ടിക്കുഞ്ഞൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ശിക്ഷ കൊടുത്ത് മാറ്റിയിരുത്തൂല. അതുപോലെ നിരങ്ങണ്ട, അവിടെ നിന്ന് ചായ എടുക്ക്. ജി ചേച്ചി ഒരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കളിക്കാൻ വേണ്ടിട്ട്. ഇതാണ് ഈ കാർഡ് ഗെയിം ആണ്. എന്താ സംഭവം എന്നറിയില്ല, നോക്കട്ടെ. 4, 5
എന്നൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാനില്ലേ അപ്പൊ ഇതിന്റെ ഗെയിം എന്ന് പറഞ്ഞാലേ ചേച്ചി ഇപ്പില്ലേ ഇത് ഗെയിം എന്ന് പറഞ്ഞാല് ഈ കാർഡിൽ കണ്ട നമ്മുടെ ഹാർട്ട്, പിന്നെ കനേഡിയൻ ലീഫ് ഫ്ലാഗാ, ഫ്ലാഗ്, പിന്നെ ഡോൾഫിൻ, ഐ, സ്റ്റോപ്പ് സൈൻ, പിന്നെ ഡൊഗ്ലു എന്നാണത് ഇഗ്ലു, കീ. അപ്പൊ ഇത് ഈ ചേച്ചി ഇപ്പൊ ഈ കാർഡ് വെക്കും, ഇങ്ങനെ വെക്കും. അപ്പൊ ഈ കാർഡിൽ ഉള്ള എന്തെങ്കിലും എന്റെ കയ്യിലോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലോ ഉണ്ടാവണം. ഇപ്പൊ സൺഡേ തുറന്നു കഴിഞ്ഞാൽ കാണിച്ച അതിനകത്തുള്ള വേഗം പറയണം. ഡ്രാഗൺ ഉണ്ടായത് സൺഡേ കണ്ടാ. അപ്പൊ നീ വേഗൂലേ ഫസ്റ്റ് ആര് പറയുന്നു അപ്പൊ നിനക്ക് അതിന്റെ മുകളിൽ. അപ്പൊ ഞാൻ അപ്പൊ സെക്കൻഡ് പറയുന്നെങ്കിൽ സെക്കൻഡ് വെക്കാം. അപ്പൊ അങ്ങനെ ഇത് മൊത്തം വെച്ച് ഈ കാർഡ് തീർന്നു കഴിഞ്ഞാൽ അവര് ജയിക്കും. പറയൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഇല്ല, കേരളത്തിൽ വേറെ എന്തെങ്കിലും ആക്കണമായിരുന്നു. വെണ്ടക്ക, തക്കാളി, അതൊക്കെ നമുക്ക് ഇത് നമ്മൾ എങ്ങനെ പറയൂ ടീച്ചർ? ഇതിനെല്ലാം എന്താ പറയാ? അമീബേ. എന്താ ഇത്? അമീബ ഇത് സ്പ്ലാഷ്. നോക്കട്ടല്ലേ കാട് മാറ്റി മോളെ ആദ്യത്തെ കാടല്ലേ. അപ്പൊ നമ്മളെന്തായാലും കളിച്ച് സന്ദേശം മൊത്തം കളിച്ചത് കള്ളക്കളിയാണ് കേട്ടാ. അത് ചേച്ചി പറയട്ടെ. കള്ളക്കളി കളിച്ചു കണ്ടോ? ഈ കയ്യില് വെക്കുന്നതിന് ഈ കൈ നോക്കിയപ്പോ അതുകൊണ്ട് ഞാനും ചേച്ചിയും കളിയിൽ ഒഴിവായി. അതിൽ 50 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നോളണം, 50 രൂപ ചേച്ചിക്കും. അപ്പൊ ഇവര് അച്ഛനും മോനും ഇല്ലേ കളീന്റെ ഇടയിൽ എങ്ങോട്ടോ ഓടിയട്ടെ, ആരോ വന്ന് ഓണടിച്ചിട്ട് ഇതെന്താ സംഭവം? ഇതാണ് മക്കളെ സംഭവം. എന്താ ഇത്? പമ്പരം. ഇത് നോസ്റ്റ് സാധനം. അച്ഛനിത് കഴിഞ്ഞ പ്രാവശ്യം ഇന്ദ്രുവിന് വെറുതെ മരത്തിനെ കൊണ്ട് ഒരു നായി കൊടുത്തേ. അപ്പൊ അന്നേരത്ത് ഓർഡർ ചെയ്തതാണ് ഓൺലൈനിൽ. പക്ഷെ ഇത് നമ്മുടെ പീഡിയയിലൊന്നും ഇല്ല കേട്ടോ. പുതിയത് മൊത്തം നടന്ന് കമ്പില് നടന്ന് നാറാത്ത് നടന്ന് ഇവിടെ ഒന്നും കണ്ണൂർ മൊത്തം ഞങ്ങൾ പോയി കിട്ടിയില്ല. അവസാനം ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാ. ഇതാ 2 എണ്ണം വന്ന്. അല്ല അതല്ല, ഒരെണ്ണായിട്ട് വരുന്നില്ല, ഒരെണ്ണായിട്ട് അവർ അയക്കൂല. ഇത് 2 എണ്ണം 176 റുപ്യാണ്, ചരടും എല്ലാം അടക്കം. ഒന്നായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ 2 എണ്ണം ഓർഡർ ചെയ്ത് ഇത് കറക്കി കാണിച്ചു തരാട്ടെ ഗൈസ്. ഒരെണ്ണം സംഭവം അതല്ലേ, 2 എണ്ണം വന്നപ്പോ അപ്പൊ വിചാരിച്ച് 2 എണ്ണം ഇത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ട് ആരെങ്കിലും? എന്താ ഇങ്ങനെ ചുറ്റണണ്ട ഇങ്ങനെ ബാല്യകാലത്തിലേക്ക് ഒപ്പന്റെ മനസ്സിലാ ഒരു പഴയ ഒരു പമ്പരം കൊത്തി. എന്റെ അമ്മേ പമ്പരക്കൊത്തിനാ പോവാ കളിക്കാനായിട്ട്. ഇതിങ്ങനെ ചുറ്റിട്ട് ഇതിങ്ങനെ ചുറ്റിട്ട് കണ്ടേ ഇങ്ങനെ പിടിച്ചിട്ട് ഓർമ്മയില്ല മക്കളെ നിങ്ങൾക്ക്? കണ്ടോ ഇവിടെ ഇതായോണ്ട് ചിലപ്പോ കറങ്ങൂല കേട്ടോ. ഇതൊക്കെ അറിയണമെങ്കിൽ 90s കിഡ്സ് 80s കിഡ്സ് ഒക്കെ അറിയാൻ പറ്റും. ഇവിടെ കാണിക്കും. അതിവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങണം, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങും. ഞാൻ ടൈലിൽ കറക്കി കാണിച്ചു തരാം. കണ്ട എന്റെ മോനെ ഇതെല്ലാം ഉണ്ടല്ലോ നോസ്റ്റ് അടിക്കുന്ന സംഭവാ. എന്താ നല്ല അടിപൊളിയായിട്ട് കറങ്ങിക്കൊണ്ട് അങ്ങോട്ട് ഇരിക്കണ അടിപൊളി കേട്ടാ. പഴയ പമ്പരത്തിന്റെ എന്തിനു പറയുന്നത്, പണ്ട് പകിട പമ്പരം എന്ന് പറഞ്ഞ സീരിയൽ വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് പമ്പരം. അപ്പൊ എന്തായാലും പമ്പരം കണ്ടില്ല. അപ്പൊ എന്തായാലും കേക്ക് വാങ്ങാൻ വേണ്ടി അടി കൂടുന്നത് ഞാനും ചേച്ചിയായിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞ അടി കൂടുന്നതെല്ലാം കണ്ടു. പക്ഷെ എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ സംഭവം ചേച്ചി തന്നെ പറയട്ടെ. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? അപ്പൊ എന്തായാലും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ശരിക്കും പറഞ്ഞാല് ഇന്ന് ഈ വീഡിയോ വരുന്ന ദിവസം എന്ന് പറയാം. പക്ഷെ നമ്മൾ അതിന്റെ തലേ ദിവസം നൈറ്റ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, ജി ചേച്ചി പോവും, ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പരിപാടിയൊന്നുമില്ല. ജി ചേച്ചിയുടെ നിർബന്ധപ്രകാരം ജി ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എപ്പോഴാ പോകുന്നതെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞു നാളെ പോകുന്നത്. ചേച്ചി ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. ഓ അതെ, എന്നാ ഇന്ന് രാത്രി ഇന്ന് നൈറ്റ്
ചേച്ചിന്റെ പാർട്ടി എന്നാണ് പറഞ്ഞത് കേക്കല്ല. അതുകൊണ്ടാണ് ചേച്ചി അവിടെ നിന്ന് കേക്കെല്ലാം വേണ്ടി മേടിക്കാൻ വേണ്ടി നിർബന്ധിച്ചത്. പക്ഷെ ഞാൻ വിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു വെറൈറ്റിക്ക് ആയിട്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ഈ ടേബിൾ മേന്നല്ലേ കേക്കെല്ലാം കട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു വെറൈറ്റിക്ക് ആയിട്ട് നമുക്കൊന്ന് നമ്മുടെ പയ്യാമ്പലം ബീച്ച് വരെ പോയി നോക്കാന്ന് വിചാരിച്ചു. സമയം കുറച്ച് ലേറ്റ് ആയി. അപ്പൊ എന്തായാലും സെന്തേ പോയാലാ. അപ്പൊ കേക്ക് കട്ടിങ് നമ്മുടെ പയ്യാമ്പലം ബീച്ച് നേരെ അങ്ങോട്ട് വിടാം. ബാക്കി അവിടെ ചെന്നിട്ട് ദുഗുനോക്ക് വേറെ കാര്യമുണ്ട്. ഇത് ജിയാൻഡി കൊടുത്ത ഉടുപ്പാണ്. എങ്ങനെയുണ്ട് ദുഗുൻ ഇട്ടിട്ട്? വലിയ പെങ്കൊച്ചായ പോലെ തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് ദുഗു. ഇങ്ങോട്ട് വെട്ടത്തോട്ടേക്ക് ഇരുട്ടത്ത് നിന്നതാ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അടിപൊളി. അതുപോലെ തന്നെ അച്ഛനിതാ അച്ഛാ കാണ്ടേച്ചാ ജി ചേച്ചി എടുത്തു കൊടുത്ത ജി ചേച്ചി വന്നപ്പോ കൊണ്ടുവന്ന പച്ച ഷർട്ടും പച്ചക്കറിയും അടിപൊളി മൊത്തം പച്ച സൂപ്പർ. അപ്പൊ എന്നാ പിന്നെ നമ്മളെല്ലാരും ഉണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. ഓക്കെ ജി ചേച്ചിനെ കണ്ടോ? എന്റെ സാരി ജീജി കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത്. അടിപൊളി പൊളിച്ച് അത് ബ്ലൗസ് ഒക്കെ അടിക്കണ്ടേ? അത് ഇനി അടുത്ത വർഷം ജി ചേച്ചി. ഓക്കെ എന്നാ പിന്നെ അങ്ങോട്ട് വിടാം. വാ നമ്മളെന്തായാലും അങ്ങനെ നമ്മുടെ പയ്യാമ്പലം ബീച്ചിലെത്തി. സമയം ഇപ്പം ഏതാണ്ട് 7:30 ആയി. പക്ഷെ ആളിഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇതാ നോക്കിയ തട്ടല്ലേ നോക്കിയടക്ക് നിലത്ത്. എന്താണിത്? വാ വേണ്ടതാ. ഫുള്ള് ഓണാണ് കേട്ടോ നമ്മുടെ പയ്യാമ്പലം ബീച്ച്. ഫുള്ള് ആൾക്കാരും ഒക്കെ ആയിട്ട് ഫുള്ള് ഓണാണ്. നമ്മളിങ്ങനെ ആളിൽ കുറഞ്ഞൊരു ഭാഗം നോക്കി നമ്മളിങ്ങോട്ട് വന്നത്. അവിടെ ഇതാ തൊട്ടിയാട്ടം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആദ്യമായിട്ടാണ് നമ്മൾ ഒരു പുറത്ത് വെച്ച് ഇതുപോലെ ഒരു രാത്രി ആഘോഷിക്കുന്നത്. ഇതുവരെ എപ്പോഴും നമ്മുടെ വീട്ടിനകത്ത് തന്നെയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് നിക്കിക്ക് ഒരു സർപ്രൈസ് കൊടുത്താലും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ തവണ സർപ്രൈസ് ഒന്നുമില്ല. നമുക്ക് ഈ ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഈ തവണ നമ്മുടെ കൂടെ നമ്മുടെ ചേച്ചി കൂടി ഉണ്ട്. അപ്പൊ അതും വലിയൊരു സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ വിശ്വസൊക്കെ പോരട്ടെ അല്ലേ? പിന്നെ രാവിലെ ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വിശ്വസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദി അല്ലേ? അപ്പൊ എന്നാ പിന്നെ ചെറിയൊരു കേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും എല്ലാവരുടെ അനുഭവത്തോടുകൂടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയിന് അല്ലേ? അപ്പോ താങ്ക് യു ചേച്ചി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് വർഷം മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം എല്ലാവരോടും. ഓക്കെ ഓക്കെ ജിജി Happy wedding anniversary. Happy wedding anniversary. Happy wedding anniversary. Happy wedding. അപ്പൊ എല്ലാവർക്കും കേക്ക് കൊടുക്കട്ടെ. ഇവർക്ക് എല്ലാവർക്കും താങ്ക് യു. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് കേക്ക് എല്ലാം കട്ട് ചെയ്ത് വരുമ്പോ ഓപ്പേ അല്ലേ വലിയ മെനു എല്ലാം നോക്കി ഓർഡർ ചെയ്യല്. ഇപ്പൊ ഓപ്പനയിലും വലിയ ആള് തന്നില്ലേ? അല്ല എനിക്കത് അറിയേയില്ല സത്യം പറഞ്ഞ. വെറുതെ നോക്കുന്നേ ഉള്ളു മെനു. ഇപ്പൊ ജീച്ചേച്ചി ഉള്ളതുകൊണ്ട് ജീച്ചേച്ചി എല്ലാം നോക്കി കൃത്യമായിട്ട് പറഞ്ഞു. അല്ല വേറെ ആരുണ്ട് ജീച്ചേച്ചി ഓർഡർ ചെയ്ത് നിനക്കെല്ലാം കഴിക്കാൻ പറ്റണം കേട്ടോ. ഇല്ലെങ്കിലാണ് ഞാനും ഒന്ന് നോക്കിയേക്കാം. ഗൈസ് ഈ സമയം വരെ ഓർഡറിങ് തീർന്നിട്ടില്ല. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് ഓർഡർ കൊടുത്തത്. ഇനി സാധനം എല്ലാം വരണം അല്ലേ? കാത്തിരിക്കാൻ നമുക്ക്. ലോകത്തില്ലാത്ത ഭക്ഷണങ്ങളുടെ പേര് മൊത്തം പഠിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്നും കഴിക്കുകയുമില്ല. ഞാൻ അതാ ചിന്തിക്കുന്നു. നമ്മളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമുക്കില്ലേ നമ്മളൊരു പ്ലേറ്റ് നിറച്ച് കഴിക്കും. എവിടെ പോയാലും നമ്മൾ മറ്റേ അൽഫാം അല്ലെങ്കിൽ കുഴിമന്തി അല്ലെങ്കിൽ നൂഡിൽസ് ചിലപ്പോൾ ബിരിയാണി ഇത് വയറിറച്ച് കഴിക്കുകയും ചെയ്യും. ഇതാ ഒരുപാട് ഐറ്റം പറഞ്ഞിട്ടുണ്ട്. ശരി പറഞ്ഞ ഫുഡുകളില്ലേ നോക്കി പറയാനും അത് അറിഞ്ഞ് കഴിക്കാനും കൃത്യമായിട്ടൊരു അറിവ് വേണം. അല്ലെങ്കിൽ എനിക്കറിയില്ല സത്യം പറയാം. ഞാൻ ഇവിടെ കൊണ്ട് പോയി കഴിഞ്ഞാൽ
ആയിരുന്നു നോക്കും ഇവിടെ അങ്ങോട്ട്. നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗാർലിക് ബ്രെഡ് എന്നത് ഗാർലിക് ബ്രെഡ്. ഇതോ അത് ക്ലാസിക് സലാഡ്. ചിക്കൻ നഗറ്റ്സ് കുട്ടികൾക്ക്. വിത്ത് മസാല ചീസ്. ഗാർലിക് ബ്രെഡാണ്. ഞാൻ ഇതുവരെ കഴിച്ചല്ല, കഴിച്ചോക്കട്ടെ. അടിപൊളി. അല്ലേ കഴിക്കും. ഇവിടെ ഒരാള് ഇത് കൊണ്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു ഇങ്ങനെ പിടിക്കുക നൈഫ് വേണ്ട. മുറുക്കി ഇങ്ങനെ പിടിക്കുക. മുറിക്കുക. ഇത് മാക്ക് ആൻഡ് ചീസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് എങ്ങനെ കഴിക്കേണ്ടത് തന്നെ നോക്കട്ടെ അല്ലേ. ഇതാ മിക്സഡ്. ഇത് അടിപൊളി. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. ഇനി ഇതെല്ലാം ഉണ്ട്. എല്ലാം കൂടി ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം എന്തായാലും വയറ് നിറച്ച് തൃപ്തിയോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അല്ലേ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ വീട്ടിൽ തിരിച്ചെത്തി. സമയം ഇപ്പോൾ ഏതാണ്ട് എത്ര മണിയായി? 10:30 കഴിഞ്ഞു. 10:45 അടുക്കുന്നു. അപ്പോൾ നികിയെല്ലാം വരുന്ന വഴിക്ക് എൻ്റെ വണ്ടിയിലിരുന്ന് ഉറങ്ങി. ചേച്ചിറ ഷോൾഡറിൽ തലയും വെച്ച് കിടന്ന് ഉറങ്ങി. അതെ. അപ്പോൾ ഇനിയിപ്പോൾ സൺഡേ സഭയിലേനൊക്കെ മെല്ലെ വീട്ടിലേക്ക് പോവാം. അവർക്ക് ഇന്ന് തന്നെ പോകണം. നന്ദൂട്ടനെ ഇതിനകത്ത് കണ്ടിട്ടില്ലല്ലോ. നന്ദൂട്ടനെ കൊണ്ടുവന്നിട്ടില്ല. സ്കൂളിലൊക്കെ പോകണമായിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ദുഗുന് ചെറിയ ചുമയിലായിട്ടുണ്ടല്ലോ അല്ലേ. ദുഗുനൊന്ന് കാണിക്കണം. അപ്പം എന്തായാലും നമ്മൾ ഇവർ പോയാണ്. ജി ചേച്ചി വന്നോണ്ട് ഇവർ വന്നതാണ് കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയിപ്പോൾ ജി ചേച്ചി നാളെ ഉച്ചക്ക് 12 മണിക്കത്തെ ട്രെയിനിന് പോകും. അപ്പോൾ ആ ജി ചേച്ചിനെ കൊണ്ട് ആക്കുന്നതെല്ലാമായിട്ട് നമുക്ക് നമ്മുടെ മറ്റേ ജി ചേച്ചി വന്നപ്പോഴുള്ള പെട്ടി പൊട്ടിക്കുന്ന വ്ളോഗും അതെല്ലാം കൂടി ഒരുമിച്ചിടാം. അപ്പോൾ ഈ വ്ളോഗ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് അടിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ അറിയിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്. ചേച്ചി ഒരു ടാറ്റ പറഞ്ഞേ. ബൈ. ഓക്കെ.